അപ്പോൾ നോമ്പെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലിരിക്കുന്നത് എന്താ? അത് എല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു അനുഷ്ഠാനമായിട്ട് അങ്ങ് കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. മനുഷ്യനാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നവരോടായി പറയുന്നു. ഞങ്ങളുടെ കർത്താവിനെ ആരും ദൈവമാക്കിയതല്ല. ദൈവമാക്കാനായിട്ട് തുടങ്ങിയവരെ രാജാവാക്കാനായിട്ട് വന്നവരെയൊക്കെ മാറ്റി നിർത്തി അതിൻ്റെ ഇടയിലൂടെ നടന്നു പോവുക ചെയ്തായി. മിശിഹാകുന്നത് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാര പ്രക്രിയ നടത്തിയിട്ട് പുനരുത്ഥാനം ചെയ്യുമ്പോഴാണ്. നമ്മൾ നോമ്പാചരിക്കുന്നത് കൃത്യമായി നമുക്ക് ലഭിക്കുന്നതായ എല്ലാ പീഡനങ്ങളും, ഒറ്റപ്പെടലുകളും, പരിഹാസങ്ങളും, തകർച്ചകളും ഒക്കെ ശക്തി ആർജിക്കാനുള്ള അവസരങ്ങളാണ്. വലിയ നോമ്പിൻ്റെ ആന്തരികതയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഭയത്തോടും മുറയിലോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇത് നമ്മുടെ രക്ഷയുടെ അതിഭയാനകമായിട്ടുള്ള ദൈവികമായിട്ടുള്ള അത്ഭുതകരമായ പ്രവൃത്തിയിൽ അവിടെ എത്തി നിൽക്കുന്നതും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെയാണ് നോമ്പ് കാലത്തെ നമ്മുടെ വിചിന്തന വിഷയങ്ങൾ. ഒരു ശരിയായ ആത്മവിമർശനത്തിന് നമ്മളെ ദൈവം വിളിക്കുന്ന കാലഘട്ടമാണെന്ന് പറയേണ്ടി വരുന്നു. ആത്മവിമർശനത്തിലൂടെ നമ്മുടെ കുറവുകൾ കണ്ടെത്തിയിട്ട് ദൈവത്തിന് ഇടപെടലിലൂടെ അനുതാപവും മനസ്സാന്തരവും കൈവരുത്തി കർത്താവിനെ ഈ ഈശോമിശിഹായ കർത്താവിനെ രക്ഷകനായി വിളിച്ച് ഏറ്റുപറയാൻ നമ്മൾ വിളിക്കുന്ന കാലം. അതുകൊണ്ടാണ് ഈ ആത്മവിമർശനം നമ്മളിപ്പോൾ നോമ്പെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലിരിക്കുന്നത് എന്താ? അത് എല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു അനുഷ്ഠാനമായിട്ട് അങ്ങ് കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. വലിയ നോമ്പ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ദേവാലയത്തെ അനുഷ്ഠാനങ്ങൾ, കുർബാനയിൽ പങ്കുചേരൽ, ഒപ്പം തന്നെ അവസാനം വരുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച എത്തുമ്പോഴത്തേക്കും അനുതാപം, കുമ്പസാരം, ഇതൊക്കെ നമുക്ക് ഒരു മുടക്ക്. ആരെല്ലാം എന്തെല്ലാം പരിഹസിച്ച് പറഞ്ഞാലും ശരി, കുമ്പസാരത്തിനൊന്നും ഒരു കുറവുമില്ല. അതുകൊണ്ട് ആളുകൾ അതുപോലെ തന്നെ ആ കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമ ഘട്ടത്തിലെ ഒരു വലിയ കാലഘട്ടമായ നോമ്പ് കാലം, അതാണ് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായ കാലഘട്ടമെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മംഗളവാർത്ത കാലം തൊട്ട് പിന്നീട് പള്ളിക്കുദാശകാലം വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വരുന്നതായ നോമ്പ് കാലം എന്ന് പറയുന്നത് എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, എവിടെ ചെന്നാലും ഏത് ഭാഗത്ത് ചെന്നാലും സഭ എവിടെയെങ്ങുണ്ടോ അവിടെയൊക്കെ മനുഷ്യരിങ്ങനെ പ്രാർത്ഥനയിലും അനുതാപ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട കാരണം നോമ്പ് കാലം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ഈശോമിശിഹായുടെ രക്ഷാകര കർമ്മം, അതിൻ്റെ കൃത്യതയും പീഡാനുഭവ മരണ ഉത്ഥാന ആ സംഭവങ്ങൾ, ആ പാസ്കൽ മിസ്റ്ററി, അത് അത്രപടി നമ്മൾ ജീവിതത്തിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുന്ന ഘട്ടമായിട്ടാണല്ലോ ഈ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയോട് ചേർന്ന് പോകാൻ മറ്റ് പ്രാർത്ഥന ദിനങ്ങളൊക്കെ ചേർന്ന് 50 വെച്ചിരിക്കുന്നു. അതിങ്ങനെ പതിവ് പോലെ കടന്നിങ്ങനെ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അല്പം കൂടി അതിൻ്റെ ആന്തരികതയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആത്മവിമർശനം എല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് ദൈവജനത്തിന് വേണ്ടി സാധാരണ രീതിയിൽ ആത്മാർക്ക് വേണ്ടി മാത്രമുള്ള ആത്മവിമർശനം പ്രധാനമായതുകൊണ്ട് ഞങ്ങൾക്കാണ്, അഭിഷിക്തരായ ആൾക്കാർക്കാണ്. ഞാൻ വൈദ്യരെ മാത്രം എടുക്കുന്നു, അതിന് മുകളിലോട്ടുള്ളവരെ നമ്മൾ വിട്ടേക്കാം, ദൈവം അവരെ കൊണ്ട് നടക്കട്ടെ, കർത്താവന്മാരെയും ഗന്ധനാളന്മാരെയും ഒക്കെ. പക്ഷെ നമുക്ക് വൈദികർ എന്ന നിലയിൽ ഉണ്ടാകുന്നതായ വീഴ്ചകളും കുറവുകളും ഒക്കെ സ്വയാവബോധത്തിൻ്റെ തിരിച്ചുവരലിലൂടെ വിമർശിക്കപ്പെടേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങളാണ്. ജനമധ്യത്തിൽ ദൈവം പലപ്പോഴും ഇടവകയിലെ ഒരു ദൈവം അല്ലെങ്കിൽ ഈശോമിശിഹ എന്ന് പറയുന്നതിൻ്റെ പ്രതിരൂപമായിട്ട് കാണുന്ന ഒരു അച്ഛനെയാണ്. ആ പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അന്ന് തൊട്ട് ഇന്നും എന്നും ഇങ്ങനെ തന്നെയാണ്. അവിടെ വീഴ്ചകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പതർച്ചയ്ക്ക് പിന്നെ പരിമിതിയില്ല. അതങ്ങോട്ട് ഭയങ്കരമായിട്ട് മനുഷ്യനെ തലമുറകളെ സ്വാധീനിക്കുന്നതാണ് എന്ന ഒരു കാര്യം ഒട്ടും തന്നെ മറന്നുപോകാൻ പാടുള്ളതല്ല. ഞാൻ തന്നെയും പറയാം, വൈദികനായിട്ട് വർഷങ്ങളായി ഇപ്പം പിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് കടന്നുപോയെങ്കിലും കാനൻ നിയമത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിച്ച് പോകുന്ന ഒരു നല്ല ജീവിതം, സംരക്ഷണം അനുഭവിച്ച നല്ല ജീവിതം, കത്തോലിക്ക സഭയുടെ കാനൻ നിയമം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് അല്ലേ. അപ്പോൾ അതിനകത്ത് കടന്നു കൂടിയിട്ട് അഭിഷേകം സ്വീകരിച്ച് കടന്നു വന്നാൽ പിന്നെ ഭൗമികമായിട്ട് പറഞ്ഞാൽ പരിപൂർണ സുരക്ഷിതത്വം അനുഭവിക്കുന്ന വിഭാഗമാണ് കത്തോലിക്ക സഭയിലെ വൈദികരെന്ന് പറയുന്നത്. ഒന്നിൻ്റെയും കുറവില്ല. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കൂപ്പിക്കൊണ്ട് വളരെ ശക്തമായ സുശേഷപ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു മനോഹരമായ വിളിയാണ്. അവിടെ ഏറ്റക്കുറച്ചുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വലിയ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ കാലഘട്ടം ഏറ്റവും വലിയ ആവശ്യമാണ്. പല ഇടവുകളിലും നാം കാണുന്ന സംഗതി ഇതാണ്. വളരെ സജീവനായി ആത്മാവിൽ നിറഞ്ഞ ഒരു വൈദികന് ഇടവമധ്യത്തിലുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന ജനസമൂഹം മുഴുവൻ ത്രില്ലടിച്ച് നിൽക്കുന്നത് ഒരനുഭവമല്ലേ കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് പരാധീനതകളെ ഇതൊരു ഏറ്റുപറച്ചിലായിട്ട് കണ്ടാൽ മതി.
ഇതൊരു ഏതെങ്കിലും വിനയത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഒരു ഏറ്റുപറഞ്ഞ സത്യം ഏറ്റുപറയുക. ആയ കർത്താവ് ആരാ? അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അല്ലേ? ഈശോ മിശിഹായ്ക്ക് പ്രായമൊന്നുമില്ലല്ലോ. ഈശോ അബ്രഹാത്തിന് മുമ്പ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുള്ളി. അപ്പം അതുകൊണ്ട് അവിടെ പ്രായമൊന്നുമില്ലല്ലോ. അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയല്ലേ? എടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞു. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നതിന് സാക്ഷ്യം വഹിക്കാൻ സാക്ഷികളായും പ്രഘോഷകരായും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ അഭിഷിക്തരെന്ന് പറയും. ഞാൻ അഭിഷിക്തരെ മാത്രം കേന്ദ്രീകരിക്കും, മറ്റവരെ മാറ്റി നിർത്തുന്നതല്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സന്ദേശം നിൽക്കുന്നതെന്നുകൊണ്ട് പറയുന്നതാണ്, ഞങ്ങളെ തന്നെ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയാണ് ഞങ്ങൾക്ക് ബലം കടന്നു വരുന്നത്. കർത്താവിൻ്റെ ബലവും കടന്നു വരുന്നത് അവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ഭൗമികമായ സുരക്ഷിതത്തിനടുവിൽ ഒരുപാട് ഞങ്ങൾക്ക് മരവിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയാണ്. ഒരുപാട് മരവിപ്പ്. കാരണം എല്ലാം ഉണ്ട്, ഒന്നിൻ്റെയും കുറവില്ല. പിന്നെ എന്തിനാ? അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ടങ്ങ് പോയാൽ പോലെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, പ്രശ്നങ്ങളൊന്നും ഇടപെടുകയും വേണ്ട. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി കഴിയുമ്പോൾ സഭാ സമൂഹത്തുള്ള ഒരു ബന്ധം അതിപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ നടന്നുകൊള്ളും. അതിനിപ്പം നമ്മളൊക്കെ ബേജാറായിട്ട് കാര്യമില്ല. നമുക്ക് ഒരു ചിന്തയോടുകൂടി സ്വന്തം വ്യക്തിത്വത്തിന് മാളങ്ങളിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കെ വന്ന് പണ്ട് ഏലിയ പ്രവാചകന ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്നത് പോലെ തന്നെ അങ്ങനെ ഒളിച്ചിരിക്കാനുള്ള ഒരു പ്രവണത ഞങ്ങൾക്ക് വൈദികർക്കുണ്ട്. അവിടെയാണ് കർത്താവ് ഇടപെട്ടുകൊണ്ട് നീ എന്തെടുക്കാന്ന് ചോദിച്ചപ്പോൾ കാര്യം സ്നേഹമൊക്കെയാണ്. സൈന്യങ്ങൾ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്താൽ ഞാൻ ജ്വലിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി. വാസ്തവത്തിൽ എന്താ സംഭവിച്ചേ? നേരിട്ട് സാക്ഷ്യം വഹിക്കുന്ന ശക്തമായ മരണത്തെ നേരിടാനുള്ള കരുത്തില്ലായ്മ അവിടെ കണ്ടത്. ഒളിച്ചോടുകയുടെ 24 മണിക്കൂർ നിന്റെ കഴുത്ത് തല കാണുകയില്ലെന്ന് ഈ രാജ്യം പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ച് ഓടി. പക്ഷെ ദൈവം തമ്പുരാൻ കൈവിട്ടില്ല. കാക്കകളെ കൊണ്ട് ഭക്ഷണം കുടിപ്പിച്ചു. വീണ്ടും ഓടി ദൈവിക വെളിപാടിന്റെ ഉറവിടത്തിൽ ചെന്ന ഗുഹയ്ക്കകത്ത് കയറി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നേക്കാൻ വിചാരിച്ച് അവിടെ ഇരിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥന മതി, ഇനി ഒരു പ്രവർത്തനവും വേണ്ട, ഇനി സന്യാസം മതി, അതുകൊണ്ട് സമൂഹ പ്രവർത്തനമൊന്നും വേണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും കാണുകയും വേണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട, ആരും എന്നോട് അടുത്ത് വരികയും വേണ്ട, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നോട്ടെ, ഞാൻ തപസ്സിൻ്റെ ആ അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നോട്ടെ ശാന്തമായി. തമ്പുരാൻ സമ്മതിച്ചില്ല. നീ എന്തെടുക്കാന്ന് ചോദിച്ചു, പുറത്തിറങ്ങി വരാൻ പറഞ്ഞു. നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അതുവഴി പോയി ചെയ്യണം. നീ ഇന്നയാളിനെ നിന്റെ പിൻഗാമിയായിട്ട് വാഴിക്കണം. നീ ഇന്നത്തെ 2 വേളങ്ങളിൽ രാജാക്കന്മാരെ വാഴിക്കണം. നീ എന്നെ ഏൽപ്പിച്ച് ജോലി നീ ചെയ്യുമെന്ന് പറഞ്ഞു വിടുമ്പോൾ അതാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായ ഒരു വലിയ വല്ലാത്തൊരവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. നമുക്ക് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ഉണരാൻ പറ്റാതെ പോകത്തക്ക രീതിയിലെ ഭൗതികമായ സുരക്ഷിതത്വം നമ്മളെ പൊലുകി നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ ഭൗതികത ഇല്ലായിരുന്നല്ലോ അവിടെ ആദ്യഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർക്ക്. അവർക്ക് എന്ത് സുരക്ഷിതത്വം ഉണ്ടായിരുന്നത്? പക്ഷേ നമ്മളെക്കാൾ ഒരു സുരക്ഷിതരായും അവർക്ക് എന്ത് സന്തോഷമുണ്ടായും. നമുക്ക് വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അവരെക്കാൾ അവരനുഭവിക്കുന്ന സന്തോഷമാകാൻ നമുക്കുണ്ടോ? അവർക്ക് എന്താ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ മുമ്പിൽ മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ഒന്നും നിർഭയത്വത്തോടു കൂടി അധികാരം മുമ്പിലൊക്കെ പത്രമൊക്കെ പറയുന്ന കേട്ടാൽ, അല്ലെങ്കിൽ എസ്തപ്പാനെന്ന പ്രശ്നം കേട്ട് കഴിയുമ്പോൾ നമ്മൾ തരിച്ചു നിന്ന് പോവില്ലേ? അത് കൃത്യമായിട്ട് പിന്നെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞില്ലേ? മിലേത്തോസിൽ വെച്ച ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങ് പറഞ്ഞില്ലേ, കർത്താവിൻ്റെ തിരുരക്തത്തെ വീണ്ടെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മ നിയോഗിച്ച അഭിഷിക്തരാണ് നിങ്ങൾ. ഞാൻ പോയി കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ വരും കുഞ്ഞാടിൻ്റെ വേഷത്തിൽ, അതുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ജാഗരൂകത എവിടെയാണ്? അന്ന് അപ്പോസ്തലൻ പറഞ്ഞ ജാഗരൂകതയായിരിക്കും. അതായത് കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്ക വരെ നമ്മുടെ ആളുകളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടി അതൊക്കെ ഒന്നും തുടർച്ച നൽകുന്ന യാഥാർത്ഥ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. ആ ജാഗരൂകതയല്ലേ നമുക്കിന്ന് കുറവ് വന്നിരിക്കുന്നത്. ആ ജാഗരൂകതയുണ്ടെങ്കിൽ ഇന്നത്തെ തിന്മകളെ നമ്മൾ മനസ്സിൽ എണ്ണി പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള വഴി ജനത്തിനും സ്വയവും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുകയില്ലേ? അതുകൊണ്ട് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു ആത്മവിമർശനത്തിൻ്റെ കാലഘട്ടമാകണം അഭിഷിക്തർക്ക്, പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്. എല്ലാം പതിവ് പോലെ അങ്ങ് നടക്കുന്നു. വെള്ളിയാഴ്ച ഇപ്പോൾ ഒരു കുംസാരം നടത്തി എല്ലാതിൻ്റെ പൂർത്തിയായതിന് ശേഷം ആ വലിയ ദിവസത്തിൽ ഈസ്റ്റർ ദിനത്തിനുള്ള ആഘോഷമായിട്ട് ചെന്നിട്ട് മുഴുവൻ അതുവരെ നേടിയെടുത്ത് എല്ലാ പുണ്യങ്ങളും നശിപ്പിച്ച് എല്ലാ നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അന്ന് മുഴുവൻ കുടിച്ചും എന്തുമാത്രം പണമായതിനു വേണ്ടി നമ്മൾ വിലവഴിച്ചുകൊണ്ടിരിക്കും. ഇത് നേട്ടമുള്ളത്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എന്നാ കർത്താവിൻ്റെ വഴിയെ സഞ്ചരിക്കാമെന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ, അഭിഷിക്തർ അതിനായിട്ട് ശക്തമായ നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ
ഒരു കാര്യം സത്യമല്ലേ, ആകാശത്തിന്റെ കീഴെ മനുഷ്യന്റെ ഇടയിൽ ഈശോ നാമമല്ല മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം രാവും പകലും വിളിച്ച് കൂടാനായിട്ട് നമുക്ക് നിർബന്ധിത ബുദ്ധിയുള്ളിലെന്ന് പറയേണ്ടതല്ലേ. അപ്പം ഞാനതിൻ്റെ ആമുഖമായിട്ട് അത്രയും പറഞ്ഞു കടക്കുകയാണ്, വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈശോ മിശിഹായുടെ പീഡാനുഭവം പറഞ്ഞ രഹസ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അത് പ്രവചനങ്ങൾ പൂർത്തീകരണമാണ്. അവനെ ഞാൻ പറഞ്ഞു ഈശോ മിശിഹ അന്ന് എന്നും ഒരാൾ തന്നെയാണെന്ന്. അത് അന്ന് പണ്ട് പതച്ചായി നൽകിയ വാഗ്ദാന പൂർത്തീകരണമാണ്, അല്ലാതെ പുത്തൻ കാര്യങ്ങളൊന്നുമല്ല. ഏതെങ്കിലും മനുഷ്യ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ജനിക്കുന്ന മുമ്പ് തന്നെ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എഴുതിയിട്ടുള്ള കർത്താവിനെ കുറിച്ച് എവിടെ ജനിക്കും എന്ന്, എങ്ങനെ ജനിക്കും എന്ന്, ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കുമെന്ന്, എങ്ങനെ മരിക്കുമെന്ന്, അതിനുശേഷം വളരെ കൃത്യമായിട്ട് പ്രവചനം പറഞ്ഞിട്ടില്ലേ? വളരെ കൃത്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈശോയുടെ പേര് പറഞ്ഞു തന്നെ കൃത്യമായ പ്രവചനം ഉണ്ടായിട്ടില്ലേ? നമ്മൾ അതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ യേശയ്യാ പുസ്തകത്തിൻ്റെ 7 അധ്യായം 15 വാക്യത്തിലേക്ക് വരുമ്പോൾ കന്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമല്ല. അതല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ 1:21 വാക്യത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ആ പ്രവചനം ഇതാ ഇവിടെ പൂർത്തിയായി. എത്ര വർഷം മുമ്പ് നടന്ന പ്രവചനമാണ്? 700 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവചനമാണെന്ന് പറഞ്ഞു. 700 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവചനം. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചില്ലേ? നമ്മുടെ കർത്താവിനെ നമുക്ക് വിശ്വസിക്കുന്നത് എന്തിനാ ഇത്ര വിഷമം? സത്യം സത്യമായിട്ട് തുറന്നു പറയുകയും വഴി കാണിക്കുകയും ചെയ്തവനല്ലേ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞിട്ട് നമ്മൾ അത് കേൾക്കാത്ത എന്തുകൊണ്ടാണ്? ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മളൊരു വിചിന്തനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതല്ലേ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴിയാണോ സഞ്ചരിക്കുന്നത്? അല്ല എങ്കിൽ ഞാൻ ഇവിടെ നിർത്തുന്നു, ഞാൻ മനസ്സാപ്പെടുന്നു, അല്ല ഞാൻ തിരിച്ചനുഭവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. ഈശോ എന്നാ പറഞ്ഞത്? ഈശോ വളരെ കൃത്യമായി തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രവാചകനെ യേശയ്യായുടെ പുസ്തകത്തിലെ 61 അധ്യായത്തിൽ പറഞ്ഞ് എടുത്തു തന്നെ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് എടുത്ത് ആ ഭാഗം തന്നെ വായിച്ചിട്ട് പറഞ്ഞത് ഈ തിരുവചനം ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം കേട്ടിരിക്കുകയത് പറഞ്ഞത്. അത് നമുക്കറിയാവുന്ന കാര്യമില്ലേ? ലൂക്കാ 4 അധ്യായത്തിൽ നിന്ന് യേശയ്യാ 61 പറഞ്ഞാൽ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആത്മാവ് നിറഞ്ഞവനായിട്ട് കർത്താവ് വന്നു. ഈ ആത്മാവാണ് കൊണ്ടു നടന്ന ഈ കാര്യങ്ങളൊക്കെ തമ്പുരാനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ദൈവാത്മാവ് നിറഞ്ഞവനായി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതർക്ക് സദ്വാർത്ത അറിയിക്കുന്നതിന്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? ഈ ഭൂമിയിൽ ആകാശത്തിന്റെ കീഴെ മനുഷ്യന്റെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായിട്ട് ഈശോ എന്ന നാമമല്ല മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടുള്ള എന്നുള്ള കാര്യം അത് അറിയിക്കുക. അതല്ലേ നമ്മുടെ സുവിശേഷം എന്ന് പറയും. നമ്മൾ എത്ര പേരുണ്ട് ഇതിനകത്ത് ഇത്രയും താല്പര്യത്തോടു കൂടി ജാഗ്രതയോടെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ ടൈം ആൻഡ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ അഭിഷേകം ചെയ്തിരിക്കുന്ന തന്നെ അതിനു വേണ്ടിയിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന പീഡിതർക്ക് സദ്വാർത്ത അറിയിക്കാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നതിനും. സത്യത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഹൃദയം ആശ്വസിപ്പിക്കുന്ന സംവിധാനങ്ങൾ അറിയിക്കുള്ളൂ മുഴുവൻ. പക്ഷെ അത് മുഴുവൻ വാസ്തവത്തിൽ അത് ജീവാത്മകമായിട്ട് കൈമാറപ്പെടുന്ന, ആരെയും പ്രീതിപ്പെടുത്താനും ആർക്കിടെയെങ്കിലും അംഗീകാരം കിട്ടാനൊന്നും വേണ്ടിയല്ല. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന കർത്താവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ആ വിധത്തിലാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ഹൃദയം ആശ്വസിപ്പിക്കുന്ന തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ. എത്രയോ തടവുകാർ എന്ന് പറഞ്ഞാൽ ഭൗമികമായി ജയിലിൽ കിടക്കുന്ന തടവുകാർ മാത്രം ഉദ്ദേശിക്കുന്നു. തടവുകാർ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വൈകാരിക ബന്ധനങ്ങളിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ തടവുകാരാണ്. ഒരു രക്ഷയുമില്ല. അബിച്വലായിട്ടുള്ള പാപത്തിൽ ചെന്നിരിക്കും, അഡിക്റ്റഡ് ആയിട്ടുള്ള പാപത്തിൽ ചെന്നിട്ട് അതൊന്നും മോചന നിവൃത്തിയില്ലാതെ നിലവിളിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഏതൊരു മദ്യപാനിക്കും ഏതൊരു തിന്മ പ്രവർത്തനം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മയുടെ ഒരു ആത്മാവിരിപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി അവിടെ ഒരു ആത്മസ്പർശനം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാം. ഈ നോമ്പ് കാലത്ത് ദിനങ്ങൾ ഉപയോഗിക്കേണ്ടതല്ലേ നമ്മൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം. അപ്പോൾ അത് പ്രഖ്യാപിക്കാൻ വന്നിരിക്കുക. അതായത് ഇവിടെ രക്ഷയുണ്ട്, നീ നടക്കുന്നിടത്തൊന്നും രക്ഷയില്ല. നിനക്ക് മോചനം കിട്ടണമെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് തന്നെ വന്ന് വേണ്ട വിധത്തിൽ ഈശോയെ ഒന്ന് ആകർഷിക്കുന്ന രീതിയിൽ ഈശോയെ തൊട്ടടുത്ത് അറിയുന്ന ആദ്യത്തിൽ പറയേണ്ട നമ്മൾ അത് അടുപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടതല്ലേ? കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാൻ. കർത്താവിൻ്റെ കൃപാവത്സരം നമ്മൾ എന്തൊരു സന്തോഷമുള്ള മക്കളാണ്. കാരണം കൃപയുടെ മക്കളാണ് നമ്മൾ. രക്ഷാകര ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് പല യുഗങ്ങൾ. ആദ്യ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു, മനസ്സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നു, മനസ്സാക്ഷി യുഗമാ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ന്യായപ്രമാണത്തിന്റെ യുഗമാ. 614 നിയമങ്ങൾക്ക് വിധേയരായിരുന്നു ഈ ഇസ്രായേൽ ജനം.
10 കൽപ്പനയുടെ വ്യവച്ഛേദങ്ങളായിട്ട് വന്നതാണ്. അതെന്താ ന്യായപ്രമാണം അത് റദ്ദ് ചെയ്തുകൊണ്ട് പൗലോസ് ഭാഷയിൽ പറഞ്ഞാൽ നിയമം കൊല്ലുന്നു, കൃപയാണ് ജീവിക്കുന്നത്, വിശ്വാസ കൃപയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കൃപായുഗം കടന്നു വന്നൊരു കർത്താവിന് അതിൻ്റെ മക്കളല്ലേ നമ്മൾ. അപ്പം അത് പ്രഘോഷിക്കണ്ടേ നമ്മൾ. വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കണം. സഹോദര, ഇതല്ലേ നമുക്ക് വാസ്തവത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രവർത്തിക്കും കർത്താൻ, എന്തെങ്കിലും സംശയമുണ്ട്, അതല്ലേ ചരിത്രത്തിലൂടെ ഇങ്ങനെ തുറന്നുകൊണ്ട് പോകുന്ന തൻ്റെ അനുയായം. പല ആൾക്കാരും തിന്മ വരിക, പക്ഷേ തിന്മ വരുന്നു എന്നുള്ള വാസ്തവം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ ഉപരിയായും നന്മ പെരുകുന്നു എന്ന കാര്യം തുറന്നു കാണാൻ നമ്മൾ കണ്ണുകൾ തുറക്കപ്പെടേണ്ട. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് കർത്താവ് ഈശോയെക്കുറിച്ച്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടെ ജനിക്കുമെന്ന് നമ്മൾ ജനിക്കുമെന്ന് പലരും പറഞ്ഞു ഇല്ലല്ലോ. ഇത് കൃത്യം മിക്ക പ്രവാചകന്റെ 5-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ബേത്ലഹേം എഫ്രാത്ത, യൂദാ വംശത്തിൽ നീ ചെറുതെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിങ്ങൾ പുറപ്പെടും, അവൻ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. നമുക്ക് ഈ ബോധ്യമുണ്ടോ? നമ്മുടെ കാലഘട്ടം പെട്ടെന്ന് കടന്നു പോകാനും നാം കടന്നു പോകുമ്പോൾ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനെയാണ് പ്രഘോഷിച്ചിരുന്നുള്ള കാര്യം നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ. അങ്ങനെ മിക്കാത്ത ഭംഗിയായിട്ട് കർത്താവ് ജനിക്കുന്ന 10-400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ അത്. എത്രയോ ഭംഗിയായിട്ട് ഏഷ്യാവിൻ്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ. അപ്പം അവർക്ക് അക്ഷരാർത്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കപ്പെട്ട് പൂർത്തിയാക്കപ്പെട്ട് കണ്ടിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞ ഈശോ എങ്ങനെ മരിക്കും എന്ന്, ആ മരണത്തെക്കുറിച്ച് പലപ്പോഴും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു മനുഷ്യൻ്റെ മരണം വഴി എങ്ങനെയാണ് എല്ലാവർക്കും പാപമോചനം കിട്ടുന്നതെന്ന്. അപ്പം അതുകൊണ്ട് വളരെ ഞാൻ ഒരിക്കലായിരുന്നു സൂചിപ്പിച്ചതാണ്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന രാധാകൃഷ്ണൻ എഴുതുകയുണ്ടായി, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ മാൻസ് ഡെത്ത് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതി. അത് മനസ്സിലാകുന്നത് കൃപയാണ്, അത് കൃപയാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറഞ്ഞ ഇതാ പാപങ്ങൾ നോക്കുന്ന, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയാൻ കാരണം അത് കേൾക്കുന്നവന് മനസ്സിലാകുന്നവന് ഉള്ളിൽ തട്ടും. കാരണം അവനറിയാം പാപം പോക്കുന്നത് എങ്ങനെയാണെന്ന്. പാപം മോഹിക്കാൻ മനുഷ്യപുത്രന് ഭൂമിയിൽ അധികാരമുണ്ടെന്ന് അറിയുന്നത് ഈ കട്ടിലെടുത്ത് നടക്കാൻ പറഞ്ഞവനെ കുറിച്ചാണ് പറഞ്ഞേ. അപ്പം അതുകൊണ്ട് എങ്ങനെ മരിക്കും? ആ പാപപരിഹാര പ്രക്രിയയായിരുന്നു ആ മരണം. അതുകൊണ്ടാണ് പരിധിയുടെ കാലഘട്ടങ്ങളിൽ ഞാൻ മിശിയാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ, ഞാൻ മിശിയാകുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ഉത്ഥാനം ചെയ്യുമ്പോൾ ഞാൻ മിശിയായിട്ട് തീരുക. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകുകയും. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞിറങ്ങേണ്ടതല്ലേ. നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്ന അനുഭവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിലേ അതിൻ്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. രക്ഷിക്കപ്പെട്ടു, വാസ്തവത്തിൽ സമാധാനം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? രക്ഷിക്കപ്പെട്ട അനുഭവം കിട്ടുന്നത് എവിടെ നിന്നാ? ഈശോ കർത്താവാകുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും പിതാവ് അവനെ ഉയർപ്പിച്ചു എന്ന് അതുകൊണ്ട് ഏറ്റുപറയാൻ ഞാൻ രക്ഷപ്രാപിക്കാൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ രക്ഷയുടെ അനുഭവം നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ ദേഹത്ത് കെട്ട അടിപ്പിണരുകളാൽ നാം രക്ഷ പ്രാപിച്ചു എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ പീഡാനുഭവ രംഗത്തെ ഈ സ്ലീവാപ്പാതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ ഹൃദയത്തിൽ ആ വികാരം, അല്ലാതെ ഈശോ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു കർത്താവ് കുരിശിനു പോയി അയ്യോ ബാവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊരു അനുകമ്പ കാണിച്ചിട്ട് സഹതാപം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കർത്താവ് തിരിഞ്ഞെന്ന് പറയും, യെരൂശലേം സ്ത്രീകളെ, എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കാൻ. അതുകൊണ്ട് നമ്മുടെ വിലാപമൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. അവിടെ കർത്താവ് അവിടുത്തെ പാപപ്രിയ പ്രവർത്തികൾ നമുക്ക് ക്ഷതമേറ്റെടുത്ത് സൗഖ്യം നൽകി. അവിടുത്തെ ക്ഷതങ്ങളാൽ എന്നിട്ടെന്താ, കൊല്ലാൻ കുന്തുതൂകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡിപ്പിക്കേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരുന്ന അന്ന് ആ തലമുറ ആര് കരുതിയെന്ന പ്രവാചകൻ ചോദിക്കുന്നത്. ഇത് ആലോചിച്ച് നോക്കി. ഈശോ ജനിക്കുന്നതിന് 700 വർഷങ്ങൾ മുമ്പ് ഒരു പ്രവാചകൻ ഇത് എങ്ങനെ ഇത് എഴുതി? ഈ ഉൾക്കാഴ്ചയിലൂടെ എങ്ങനെ ഈ ഒരു സത്യത്തെ ഹൃദയത്തിൽ പറഞ്ഞു? ദൈവീയ വെളിപാടല്ല, മറ്റ് പിന്നെ എന്താണ്? പാപപരിഹാര ബലിയായി തന്നെ അവൻ അർപ്പിക്കപ്പെട്ടപ്പോൾ. കുർബാനയുടെ അർത്ഥമേ നമ്മുടെ ഉള്ളിൽ തട്ടണ്ടേ? പാപപരിഹാര ബലിയായി അവൻ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെല്ലാം കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും എന്ന് ഈശോയുടെ ബലിയിലെ ഞാനും നിങ്ങളും ഉണ്ടെന്ന് നമ്മുടെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുമോ ബലിയിൽ പങ്കെടുക്കുമ്പോൾ? അപ്പം അതുകൊണ്ട് അത് വളരെ തന്നെയുമല്ല കർത്താവിൻ്റെ പ്രവചനം, ഇതെല്ലാം ആ പ്രവചനം മുഴുവൻ പൂർത്തിയായി.
ഇനി ഒരെണ്ണം കൂടെ പൂർത്തിയാകണം, കർത്താവ് വീണ്ടും വരും എന്ന് പറഞ്ഞ കാര്യം. അത് പൂർത്തിയാകേണ്ടതാണ്, പൂർത്തിയാകുക തന്നെ ചെയ്യും. ജെറൂസലേമിന് കിഴക്ക് ഒലിവ് മലയിൽ അന്ന് അവിടുത്തെ നിലയുറപ്പിക്കും. കർത്താവ് രണ്ടാമത് വരുമ്പോൾ ജെറൂസലേമിന് കിഴക്കുള്ള ഒലിവ് മല അവിടെ നിലയുറപ്പിക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയ താഴ്വരയുണ്ടും. സക്കറിയ 14:4 പറഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നോക്കുക. യെശയ്യായുടെ പ്രവചനം, ഒരുപാട് പ്രവചനങ്ങളുണ്ട് കർത്താവിനെ കുറിച്ച്. ഈശോ എന്നെ പറഞ്ഞതല്ലേ, എമ്മാവൂസിലെ പോലെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? എന്നെക്കുറിച്ച് മോശയിലും പ്രവാചകന്മാരും പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇപ്പം കർത്താവിനെ കുറിച്ച് തന്നെയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവചനങ്ങളെല്ലാം. അതുപോലെ തന്നെ ഫിലിപ്പിയക്കൻ ലേഖനത്തിൽ 2:5-11 വാക്യങ്ങൾ എന്താ? അവൻ ദൈവത്തോടുള്ള സമാനത വഹിക്കാതെ, നോക്കണേ, അവൻ ആരായിരുന്നു? അവൻ ദൈവമായിരുന്നു. കൊളോസ്യർ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമായിരുന്നു. അവൻ സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അതുകൊണ്ട് അവൻ ദൈവത്തോടുള്ള സമാനത, അവൻ ഈക്വൽ ടു ഗോഡ്, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. സമാനത വഹിക്കാതെ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി. അതുകൊണ്ട് എല്ലാ നാമത്തേക്കാൾ ഉപരിയായ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരത്തിനും ഉപരിയായ നാമം അവന് നൽകപ്പെട്ടു. എന്നിട്ട് എന്തായതിന് ഫലം? ആകാശത്തിലും ഭൂമിയിലും പാതാളത്തുമെല്ലാം മുഴങ്കാലുകളും, എന്താ മുഴങ്കാല്? ശക്തികളാണ്. അധികാരങ്ങളും സിംഹാസനങ്ങളും ആധിപത്യങ്ങളും ശക്തികളാണ്. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഈശോ കർത്താവാകുന്നു എന്നെല്ലാം നാം ഏറ്റു പറയും. നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടിൽ കാണുന്ന തിന്മയൊക്കെ ഉണ്ട്, നമ്മളെന്തിനാ പേടിക്കും? ഭയപ്പെടുന്നത് എന്തിനാ? വരട്ടതായി വരുന്നത് വെച്ചാൽ നമ്മൾ കാണും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാ നാവുകളും ഏറ്റു പറയുന്നില്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിലിപ്പിയക്കൻ ലേഖനത്തിൽ 2:5-11 വാക്യങ്ങളൊക്കെ ഇന്ന് വളരെ അന്വർത്ഥമാണ്. അതുകൊണ്ട് മറ്റാരിലും രക്ഷയില്ല. അതായത് യേശു എന്ന നാമത്തിൽ മാത്രം. നടപടി പുസ്തകം 4:11 പറഞ്ഞിരിക്കും. നടപടി 4:11 നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അതായത് നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? അപ്പസ്തോലൻ പറയാ, നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? യഹൂദ പ്രമാണികൾ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലേ മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. പണ്ടേശയ്യാ പ്രവാചകൻ ഇതാ സിയോളിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ കല്ല് തന്നെയാണ്. അതുകൊണ്ട് ആ കല്ലിൻ്റെ മുകളിൽ എണീറ്റിരിക്കാൻ മോശയോട് പറഞ്ഞില്ലേ ദൈവം, നീ അവിടെ ആ പാറപ്പുറത്ത് കയറി നിൽക്കുക. അത് ആ പാറ തന്നെയാണ്. ആ പാറ തന്നെയാണ് യേശു. ആ കല്ലാണ് യേശു. മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന കാര്യം എത്രയോ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് അവൻ്റെ രക്തം വഴി നമുക്ക് രോഗശാന്തിയും പാപമോചനവും രക്ഷയും കടന്നു വന്നു. അവൻ്റെ രക്തം വഴി പാപമോചനം കടന്നു. അപ്പം അതുകൊണ്ട് കർത്താവ് എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടിയ ഈ രക്ഷയുടെ വഴി തുറക്കാൻ വേണ്ടിയിട്ട് ഈ സാഹചര്യത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ജെറൂസലേമേ ജെറൂസലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ചിറകിൻ കീഴിൽ ഞാൻ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ നിന്നെ കൊണ്ടു നടക്കാൻ എത്രമാത്രം ആഗ്രഹിച്ചു, നീ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടില്ലേ? ഇത്ര ഭയങ്കരമായ ആ ഹൃദയവേദനയോടുകൂടിയ കർത്താവ് ഈ കുരിശിലേക്ക് കയറിയത്. ജെറൂസലേമിനെ കണ്ടുകൊണ്ടാണ് പറയും, ജെറൂസലേമേ ജെറൂസലേമേ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നീ സമ്മതിച്ചില്ല. അപ്പം അതുകൊണ്ട് ആ കാര്യമൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്നിരിക്കുന്ന വലിയ കൃപ നമ്മുടെ ആത്മാവിൽ എന്നും മുഴങ്ങിക്കേൾക്കേണ്ടതാണ്. 24 മണിക്കൂർ മുഴങ്ങിക്കേണ്ടതാണ് ഈ ഒരു കാര്യം. ഈശോയെക്കുറിച്ചുള്ള രക്ഷയുടെ വഴികളെക്കുറിച്ചുള്ളത് അത് വാസ്തവത്തിൽ ലോകം മുഴുവൻ മുഴങ്ങുന്നുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. അതെല്ലാം അപ്പോൾ തിന്മ മാത്രമല്ല, ലോകത്തിന് ആരും വിചാരിച്ചേക്കും നന്മയുണ്ട്. ഇത് മുഴങ്ങുന്ന ധാരാളം ഈ രക്ഷയുടെ സുവിശേഷ പ്രഘോഷണം നമ്മൾ ചാനലെടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് സുവിശേഷ പ്രഘോഷങ്ങൾ നമുക്ക് ഈ യൂട്യൂബ് വരെയും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന് നാം പ്രഘോഷിക്കപ്പെട്ടു തന്നെയല്ല. അതുപോലെ കർത്താവിനെ ആരും ദൈവമാക്കിയതല്ല സഹോദര. മനുഷ്യനാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നവരോടായി പറയുന്നു. ഞങ്ങളുടെ കർത്താവിനെ ആരും ദൈവമാക്കിയതല്ല. ദൈവമാക്കാനായിട്ട് തുടങ്ങിയവരെ, രാജാവാക്കാനായിട്ട് വന്നവരെയൊക്കെ മാറ്റി നിർത്തി അതിൻ്റെ ഇടയിലൂടെ നടന്നു പോവുക ചെയ്തായി. തൻ്റെ പരിശീലന കാലത്ത് എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു. റോമാ ചക്രവർത്തിയുടെ ആ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി വന്നവനാണ് മിശിഹായെങ്കിൽ ഇവരെ രാജാവാക്കുക കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടും. ജനം ആർത്തട്ടത്ത് കഴിഞ്ഞ് പുറകെ വന്നതാണ്. 5 അപ്പം കൊണ്ട് 1000 പേര് തീറ്റിപ്പറ്റിപ്പോൾ ഇവനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അപ്പം കിട്ടുമെന്ന് വിചാരിച്ച് വന്നവരവർ. അങ്ങനെ അപ്പം ഒക്കെ വന്നവർ അതിൻ്റെ ഇടയിലൂടെ അങ്ങ് നടന്നുപോയി. എന്നിട്ട് അത്ഭുതങ്ങൾ മരിച്ചവർ ഉയർപ്പിച്ചപ്പോഴും കുഷ്ഠരോഗി സുഖമാക്കിയപ്പോഴും തുറവാതെ എണീറ്റ് നടത്തിയപ്പോഴും ഒക്കെ കൈ ചോട്ടിപ്പിച്ചതിനൊക്കെ പറഞ്ഞു, ആരോടും നിങ്ങൾ പറയണ്ട ഞാൻ മിശിഹായാണെന്ന്. ആരോടും പറയണ്ട. കാരണം ഞാൻ മിശിഹാകുന്നത് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാര പ്രക്രിയ നടത്തിയിട്ട് പുനരുത്ഥാനം ചെയ്യുമ്പോഴാണ്.
പക്ഷേ വ്യക്തമായ സമറിയക്കാസിയോട് പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന അവൻ ഞാൻ തന്നെയാണ് അവനെന്ന്. മീശിയ അത് വെളിപ്പെടുത്തും ചില സാഹചര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ആ പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പൂർത്തീകരിച്ച് വന്നിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പരാജയപ്പെട്ട വ്യക്തിയല്ല, കർത്താവ് സ്വയം ദൈവമാക്കിയതല്ല, കർത്താവ് ദൈവം തന്നെ ആയിരുന്നു, ദൈവം തന്നെ ആണ്, ഇനിയും അവിടുന്ന് വീണ്ടും വരും. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഈ മതങ്ങളെ സൃഷ്ടിച്ച മനുഷ്യരാണ്, മതങ്ങളെ സൃഷ്ടിച്ച മതങ്ങൾ ദൈവത്തെ എന്നൊക്കെ പറയുന്നതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ കർത്താവ് അങ്ങനെയല്ല, ഞങ്ങളുടെ കർത്താവ് നേരെ തിരിച്ചാ. അതുകൊണ്ട് അവിടുന്ന് ദൈവത്തോളം സമാനത വഹിക്കാൻ തന്നെ താഴ്ത്തി. ക്രിസ്തു ദൈവത്തിനാണോ ചോദിക്കുന്നവർക്ക് എന്തുമാത്രം ഉത്തരങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അവൻ ദൈവത്തോളം സമാനത വഹിക്കാൻ തന്നെ താഴ്ത്തി. അതുകൊണ്ട് അവസാനം സംഭവിക്കുന്നത് പ്രവാചകൻ തന്നെ പറയുന്നു, ഞങ്ങൾ മുറിവേൽപ്പിച്ചവനെ ഞങ്ങൾ നോക്കും. കുത്തി മുറിവേൽപ്പിച്ചതിന് അവസാന ഘട്ടങ്ങൾ നോക്കും, രണ്ടാമത്തെ വരെ കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു, അവിടുന്ന് വധിക്കപ്പെട്ടു, അവിടുന്ന് ഉയർത്തു, അത് കയറി. പക്ഷേ തിരിച്ചു വരവിൻ്റെ മാത്രം പൂർത്തിയാക്കപ്പെടില്ല, വരുമെന്നുള്ള ഒരു സംശയമില്ല. ലാസറിനെ ഉയർപ്പിച്ചതും ജയറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതും ഒക്കെ ഇതിൻ്റെ തന്നെ പ്രതീകങ്ങളും അടയാളങ്ങളുമാണ്. അതുകൊണ്ട് എന്തുമാത്രമാണ്, അതുകൊണ്ട് ആ സിയോൻ പുത്രി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ശക്തമായിട്ട് ഈ ജെറൂസലേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തോണം, അവിടെയാണ് രക്ഷാകര കർമ്മം നിർവഹിക്കപ്പെട്ട സ്ഥലം. എൻ്റെ മനസ്സിൽ എൻ്റെ ചിത്രം ഉണ്ടാകുന്നില്ല. ഗൊൽഗോത്ത എന്ന് പറഞ്ഞാൽ മുട്ടക്കൊന്നിൽ നിർവഹിക്കപ്പെട്ട ആ രക്ഷാകര കൃത്യം വലിയ ആഴ്ച നമ്മുടെ മനസ്സിൽ ശ്രീയാപ്പ ചൊല്ലുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ കടന്നു വരണം. ആകപ്പാടെ എന്തുകൊണ്ട് ജെറൂസലേം, അതായത് 8.3 ഏക്കർ സ്ഥലമേ ഉള്ളൂ, അതെല്ലാം കൂടെ കൂടി അവിടെയാണ് രക്ഷാകര ചരിത്രം അരങ്ങേറി എന്നുള്ള കാര്യം. ആ ഒലിവുമലയിലും ആ ഗെത്സമേൻ തോട്ടവും അതുപോലെ തന്നെ അതിൻ്റെ പിറകിൽ ഒരു കുടുംബം, ബെത്തനിയിലെ കുടുംബവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളാരും ഈ നിരീക്ഷകന്മാരും അതിലൊക്കെ ചുമ്മാ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ പൊള്ളയായിട്ടുള്ള വാദഗതികളായി കൊണ്ടുവരുന്ന കാര്യം ഓർക്കും. ഒന്നും അർത്ഥരഹിതമായ വാദഗതി. ഇത് കേട്ടിരുന്ന വെച്ചാൽ അതൊക്കെ ശരിയാണെന്ന് കൈയടിച്ചിട്ട് ഒരു കാര്യമില്ല. വലിയ മഹാന്മാരായിട്ട് അതിനോട് പക്ഷേ യൂട്യൂബിൻ്റെ ലാഭം വഴി പണം കൊയ്യാനുള്ള ഒരു പരിപാടി കൂടിയാണ് അതൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്കും ഓർക്കണം, ഈ ലോകത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള 90% ശാസ്ത്രജ്ഞന്മാരും ബൈബിൾ വായിക്കുന്നവരായിരുന്നു, ദൈവവചനത്തിൽ ജീവിച്ചവരായിരുന്നു. നിങ്ങൾ നോക്കുകയെ ലോക പ്രൈസുകളിൽ 69% കരസ്ഥമാക്കിയ യഹൂദനും ക്രിസ്ത്യാനിയുമാണ്. ലോകത്തിറങ്ങപ്പെട്ട ഏറ്റവും വലിയ സമ്മാനമായ നോബൽ പ്രൈസ് 69% തന്നെയാണ്. അതുതന്നെ കൃഷി വികസിപ്പിച്ചെടുത്തതിൻ്റെ പ്രധാന കാരണം ഒരു കത്തോലിക്ക വൈദികനായ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ഉണ്ടല്ലോ കാര്യങ്ങൾ, ഐസക് ന്യൂട്ടൺ അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ ദൈവവിശ്വാസികളായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ദൈവവിശ്വാസം വിരുദ്ധമായിട്ട് പോയാൽ എന്തോ ക്ഷേമമാണെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഇതുപോലൊരു ദൈവമുണ്ടോ? നമ്മോടൊപ്പം പാവമൊഴി മറ്റെല്ലാത്തിനും നമ്മോടൊപ്പം സമാനമായി താതാത്മ്യപ്പെട്ട ഒരു ദൈവം. അതുകൊണ്ട് കർത്താവ് വളരെ ഭംഗിയായി പറയലും, ദേവാലയം എന്ന് പറയുന്ന വലിയ ആഡംബരമാക്കി കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഇടയിൽ ശിഷ്യന്മാർ ഈശോയെ കൊണ്ടുചെന്ന് കാണിച്ചിട്ട് നേരെ മുകളിട്ട് നോക്കിയപ്പോൾ പറയുന്നത്, ഇത് കല്ലുമേ കല്ല് ശേഷിക്കാതെ തകരുമെന്ന്. വളരെ പേടിച്ചു ശിഷ്യന്മാർ. എന്ന് സംഭവിച്ച് ഈശോയുടെ മരണത്തിൻ്റെ 40 വർഷം കഴിഞ്ഞ അക്ഷരാർത്ഥത്തെ പ്രവചനം പൂർത്തിയായില്ലേ? ടൈറ്റസ് ചക്രവർത്തി ദേവാലയത്തെക്കുറിച്ച്, കാരണം താൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പാപപരിഹാര കർമ്മം പ്രവൃത്തി നിർവഹിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് BC 70 ആ ദേവാലയം തകർന്നില്ല. വീണ്ടും പടുത്തുയർത്താൻ പറ്റിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഭിത്തിയുടെ കല്ല് മാത്രമല്ലേ അവശേഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 8 കവാടങ്ങളുള്ള ജെറുസലേം നഗരത്തിൽ ഒരു കവാടം എന്നും അടഞ്ഞാൽ കിടക്കണം. അത് തുറക്കപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? എസെക്കിയാ 44:1 പറയുന്നുണ്ട്, പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് എന്നെ തിരിച്ചുകൊണ്ട് അവിടെ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല. കാരണം ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല. ഇസ്രായേലിൻ്റെ കർത്താവ് അതിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അതന്ന് അടഞ്ഞു കിടക്കുന്നത്. അതെന്നാ തുറക്കുന്ന കർത്താവ് രണ്ടാമത്തെ വരവിൽ അത് തുറക്കും. അതുകൊണ്ട് ഈശോ തിരിച്ചു വരും. പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കരഞ്ഞു ചെന്നതേ തോന്നിയുകൊണ്ട് നമ്മൾ വലിയ ഭയങ്കര അനുതാപാന്തെന്ന് വിചാരിക്കേണ്ട. അതൊന്നുമല്ല അതിൻ്റെ സത്യം. അതിൻ്റെ സത്യം ഇതാണ്, ഈ ചെയ്ത പ്രവൃത്തി എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവിലൂടെ രക്ഷാകര ശക്തി കടന്നു വന്നു കഴിയുമ്പോൾ ഞാൻ മാറ്റത്തിന് വിധേയമാവുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. വെറും വൈകാരികമല്ല, ജീവിതം മാറ്റിമറിക്കുക. ഇനി ജീവിക്കുന്നവങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, പിമ്പിലെല്ലാം മറന്ന് മുമ്പിലെ ലക്ഷ്യം
ലക്ഷ്യമാക്കി ദൈവത്തെ ഈശോ മിശിഹായെന്ന് സമ്മാനമാക്കി ഞാൻ പ്രയാണം ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അവിടെ ഈശോ തിരിച്ചു വരും. അതാ ദൈവത്തിന് മഹത്വമാണ് ഈശോ എന്ന് അത് അറക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞാട് ദൈവ വെളിപാടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അറക്കപ്പെട്ട് എന്ന് കുഞ്ഞാടങ്ങ് നിൽക്കാൻ പറ്റുന്നത്. അതായത് മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന ഈശോയാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ കുരിശിലല്ലാതെ എനിക്ക് ഒന്നും അഭിമാനിക്കാൻ ഇടവരരുതെന്ന് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ടേ. നമ്മൾ നോമ്പ് കാലം എന്ന് പറയുമ്പം നമ്മളിന്ന് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അടർത്തി മാറ്റി നിർത്തിയിട്ടല്ല. ഒരുപാട് നിരാശകളിലൂടെ നമ്മൾ ജനം കടന്നു പോകുന്നില്ലേ. ഒരുപാട് നിരാശ പ്രത്യേകിച്ച് പുരുഷന്മാർ അതിന് ഉത്കണ്ഠയും സമ്മർദ്ദവും വിഷാദവും, അതിനിടയ്ക്ക് കുടുംബ പ്രശ്നങ്ങളും രോഗങ്ങളും ലഹരിയുടെ ഉപയോഗവും, അതിൻ്റെ ഇടയ്ക്ക് ആ ലഹരി ഉപയോഗങ്ങളുണ്ടാകുന്ന അടിപ്പിട്ടികളും വധശ്രമങ്ങളും വധങ്ങളും അതുകൊണ്ട് ജോലി മൂലം സമ്മർദ്ദങ്ങളും, അത് എത്ര പേര് ഏതെല്ലാം തരത്തിലാണ്. ഇപ്പോൾ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങൾ അറിയാവുന്ന 69 പോലീസുകാരാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ലെവൽ പോയ കൊണ്ടോ 11 ഡോക്ടർമാരുടെ ആത്മഹത്യ കേരളത്തിൽ നടന്ന കാര്യമാണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു സംഭവം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എത്ര തിന്മയുടെ ഇരുട്ടിലല്ലേ നമ്മൾ ജീവിക്കും. അവിടെ പ്രകാശ ഈശോ അല്ലാതെ വേറെ ആരാവുള്ളൂ. ഈ തിന്മയുടെ ഇരുട്ടിലേക്കാണ് ഈശോ കടന്നു വരുന്നത്. തട്ടിപ്പുകളുടെ ലോകത്തിലേക്ക്. എത്ര തട്ടിപ്പ്? എൻ്റെ കണക്കനുസരിച്ച് 2023 1393 തട്ടിപ്പ് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. 10393. അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കഴുത്തർത്ത് സ്വയം മരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. പിന്നെ മക്കളോടുള്ള ബന്ധങ്ങളൊക്കെ തകർന്ന് കിടക്കുകയല്ലേ. ഒരു അമ്മയെ അന്വേഷിക്കാൻ നിർത്തി മനസ്സില്ലാഞ്ഞിട്ട് അമ്മയൊക്കെ നാട്ടുകാരുണ്ട് ആശുപത്രിയിലാക്കിയിട്ട് അമ്മ മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോകാനില്ലാത്ത കഥയൊക്കെ നമ്മൾ കേട്ടതല്ലേ അടുത്ത കാലത്തൊക്കെ. അതുകൊണ്ട് ഇത് വലിയ ഭയങ്കരമായ ഇരുട്ട് നമ്മുടെ ചുറ്റുപാട് ഉണ്ട് എന്നത് നമ്മൾ ഉൾക്കൊണ്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രകാശം തീരാൻ കഴിയണം. അതാണ് നമുക്ക് വേണ്ടത്. പ്രകാശം ചൊരിയുന്ന മക്കളാണ് നമ്മൾ, കുരിശിൻ്റെ മക്കൾ. അതൊട്ടും തളരുന്നതല്ല, ചങ്കൂറ്റമുള്ള ജനതറിയ. കാരണം ഞങ്ങൾ എന്തിനെ തളർത്തിയാലും തളരുകയില്ല, എന്തെങ്കിലും ഒറ്റപ്പെടില്ല. കാരണം ഞങ്ങളിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ആ ഒരു ബോധ്യം നമുക്കുള്ളിൽ ഉണ്ടാകേണ്ടതല്ലേ. അതുപോലെ എന്തെല്ലാം കാരണം നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾ താമസിക്കുന്നതാണ് വന്യജീവിയുടെ ആക്രമണം അങ്ങ് വരുന്നത്. വന്യജീവികളാണെങ്കിലും ഭയങ്കരമായിട്ട് എന്തെല്ലാം സംഭവം, ഏതെല്ലാം കരുത്തിലാണ്. ഇപ്പം എന്തെല്ലാം അതിനനുസരിച്ച് മറ്റ് വർഗീയ പ്രശ്നം. അതായത് ഇന്ന് കേൾക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഇങ്ങനെ പള്ളിക്കൂടങ്ങളും അവിടെയുള്ള ഒരു കന്യാസ്ത്രീയെ എന്തോ കാര്യത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്തായിട്ട് കേട്ടു. അതിനേക്കാൾ ഉപരിയായിട്ടൊന്നെല്ലാം സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ. നമ്മൾ പള്ളിക്കൂടങ്ങളിലൊക്കെ ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ രൂപം എടുത്ത് മാറ്റണം എന്നൊക്കെ അത് ഔദ്യോഗികമായ നിയമപരമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ശരി അതിലേക്കൊക്കെ കൊണ്ടുവരത്തക്ക രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്ന കണ്ടില്ലേ. അതായത് ഗുവാഹട്ടിയിലാണ്, ആസാമിൽ. അവിടെയാണ് ഏതാണ്ട് 250ഓളം കത്തോലിക്ക സ്കൂളുകൾ തന്നെയാണ്. അവിടെ വാസ്തവത്തിൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സഭ നൂറ്റാണ്ടുകളായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ജനസംഖ്യ അവിടെ ഉള്ളതേ. അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസ രംഗത്തെ കടന്നു വന്നത്. അവരിപ്പോൾ നടപ്പാക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അതിനിടയ്ക്കൂടെ വേറൊരു ശക്തി കടന്നു വരുന്ന കണ്ടില്ലേ. സ്കൂളുകളിൽ നിന്ന് എല്ലാ ക്രിസ്തുവിൻ്റെ പടങ്ങൾ മാറ്റിയിരിക്കണം, കന്യാമൃതത്തിൻ്റെ പടങ്ങൾ മാറ്റി എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പില്ലാതെ പറയാൻ പറ്റുന്ന രീതിയിൽ വർഗീയ ചിന്ത ഇന്ന് വളർന്നു വന്നിരിക്കാണ്ടല്ലേ സ്ഥാപനങ്ങൾക്കെതിരെ. അവിടെ എല്ലായിടത്തും അതല്ലേ. ഇവിടെയാണെങ്കിലും ശരി ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയുന്നില്ല. ഇവിടെ എന്നാ കക്കുകളിയും കൊണ്ട് നടന്ന പാർട്ടികളല്ലേ ഇവിടെയുള്ളത് ഭരിക്കുന്നവർ. കക്കുകളി സന്യാസത്തെ മുഴുവൻ പണ്ടമായിട്ട് മോശമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇരുട്ടിനെ നമ്മൾ തരണം ചെയ്യുമെന്നുള്ള ബോധ്യം നോമ്പ് കാലത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ആളുകളുടെ എണ്ണം കുറയുന്നതൊന്നും ഭയപ്പെടേണ്ട. കാരണം നമ്മൾ ചിതറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിതറേണ്ടവർ തന്നെയാണ്. ഇന്നും രാവിലെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. പോകട്ടെ, കാരണം നിങ്ങൾ ചിതറിക്കപ്പെടുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ തളരുകയില്ല. അത്രയ്ക്ക് ധീരമായ വിശ്വാസത്തിന് വിത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കും, തകരുകയുമില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കൂട്ടായ്മയും ബലപ്പെട്ട് നിൽക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതാണ്. ആ കൂട്ടായ്മ ബലം നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും പലായനം ചെയ്യുന്നു, മക്കളെല്ലാം പോകുന്നു, എല്ലാവർക്കും അതിൻ്റെ ഉത്കണ്ഠയും വേദനയൊക്കെ ഉണ്ട്. ഞാനത് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആ കൂടെ തന്നെ ഇവിടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന തോമസ് സ്ലീഹായുടെ രക്തത്തിൽ നിന്ന് അലിഞ്ഞു ചേർന്ന ഈശോ മിശിഹായെ കേന്ദ്രീകരിച്ച് അവിടുത്തെ തിരുരക്തത്തെ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് നിലയിൽ ഒരിക്കലും തകരുകയില്ല, തളരുകയില്ല. ഉറച്ച ബോധ്യം ഈ നോമ്പ് കാലത്ത് നമ്മളിലേക്ക് വരേണ്ട. ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഈ പറയുന്നത് ഞാൻ വന്യജീവികളുടെ കാര്യം പറഞ്ഞ് ജനത്തെ എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ വേണ്ടിയിട്ടായി പണികളൊക്കെ
വന്യജീവികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടല്ലേ അവരിങ്ങോട്ട് പുറത്തേക്ക് കടന്നു വന്ന് കൃഷി നശിപ്പിക്കുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്ന രീതിയിൽ അവരെ വെടിയിച്ചു കൊല്ലാനും അതുപോലെ ഭക്ഷണം ഉപയോഗിക്കാനും ഒക്കെ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവല്ലതും വരുമായിരുന്നു. അതിന് പകരം എത്ര ഏക്കർ സ്ഥലങ്ങൾ കൃഷി സ്ഥലങ്ങൾ മാറ്റിമറിച്ചാൽ അതേക്കുറിച്ചൊക്കെ എന്താ പറയുന്നത്? ആൾക്കാർക്ക് അവരുടെ ആൾക്കാർ അവരോടെ ഇല്ല. അതുകൊണ്ട് ആരോ ഒരു പ്രത്യേക വിഭാഗം തകർന്നു പോലെ അവർക്കെന്നാ നഷ്ടം എന്നുള്ള ചിന്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഓർക്കണം. എന്നതുപോലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയില്ലേ, അവിടെ എന്തെല്ലാം കാര്യം ഇപ്പം കണ്ടോണം, തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ഭയങ്കരമായെല്ലാം. അപ്പോൾ ജനാധിപത്യവും മതേതരത്വം ഒക്കെ പറയും, ഈ പറയുന്നവരുടെയൊക്കെ ഉള്ളിരിപ്പ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ കൃഷിയൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ആളുകൾ പോകുന്ന സാഹചര്യം ഒന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ശക്തമായ വിശ്വാസ അനുഭവം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ നൽകുന്നതാണ്. വലിയ ആഴ്ചയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും ഒരു ചടങ്ങുമായിട്ട് എടുക്കരുതേ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മവീര്യം ശക്തിപ്പെട്ട സംഗതിയാണ് കുമ്പസാരം എന്ന് പറയുന്നതൊക്കെ. അതിനെതിരെ എന്തെല്ലാം ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ കുമ്പസാരിപ്പിക്കാം ദൈവത്തോട് പറഞ്ഞാൽ പോലെ മനുഷ്യരോട് എന്താ പറയുന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യം, എന്താ അങ്ങനെ പറയുന്നത്, വളരെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് പറയുന്നത് അധികാരമില്ലാത്തയാൾ മനുഷ്യനെവിടെ അധികാരം ഇരിക്കുന്ന പാവം മോചിക്കാൻ പുരോഹിതനോട് അധികാരം ഉണ്ട്, പാവം മോചിക്കുന്ന പുരോഹിതൻ പാപം ചെയ്യുന്നൊക്കെ പറയുന്നിടത്ത് അതൊക്കെ കേട്ടിരുന്ന അതൊക്കെ ശരിയാകാതെ ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം 21-ാം വാക്യം മാത്രം എടുത്തു നോക്കുക. പുനരുത്ഥാനം ചെയ്ത കർത്താവ് അങ്ങോട്ട് കടന്നു വന്നു, അടച്ചിട്ട മുറിയിലേക്ക് കടന്നു വന്നിട്ടു. അവരവേ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, അവരുമേ നിശ്വസിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ പോകുവേൻ സുവിശേഷിക്കുന്നു പറഞ്ഞിട്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നവർക്ക് ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞത് ആരായി പറഞ്ഞത്? ഈ പാപമോചനാധികാരം എന്ന് പറയുന്നത് അവിടെ നേരെ കൈമാറുന്ന കാര്യം വളരെ വ്യക്തമായി തെളിവല്ലേ. അത് അതിനപ്പുറത്തോട്ട് പോലെ തെളിവും വേണം. ആ പാപമോചനാധികാരം സഭയിൽ നിൽക്കുന്നത് അഭിഷേകത്തോടെ കൈമാറ്റപ്പെട്ടു നിൽക്കുന്നതാണ്, നിങ്ങളുടെയുള്ള വൈദികയിൽ നിൽക്കുന്നത്. അല്ലാതെ പുറമെ ആരും കൊണ്ട് കെട്ടിയേൽപ്പിച്ചതൊന്നുമല്ല. ദൈവത്തിൻ്റെ പുത്രങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നോ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കും. ഇവിടെ എടുത്ത് വായിച്ചു നോക്കുക, യോഹന്നാൻ 20-23-ാം വാക്യം. അത് മാത്രം കാണിച്ചാൽ മതി ഈ ആർഗ്യുമെന്റ് നടത്തുന്നവരോട്. ഇതാണ് ഞങ്ങൾ അനുധാവനം ചെയ്യുക ദൈവത്തിൻ്റെ വചനം എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ അഴിമതികളൊക്കെ ബാങ്കിൻ്റെ അഴിമതികൾ എന്തുമാത്രം നമ്മൾ നടക്കുന്ന ഒത്തുപാടുകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് ചിന്തിച്ചു വായു ഇവിടെ ഈ അഴിമതി മാത്രമേ ഉള്ളൂ. അതുതന്നെ അതിൻ്റെ ഭരിക്കുന്ന ആൾക്കാർ അവരുടെ ആൾക്കാർക്ക് വേണ്ടി പിന്മാറൽ നിയമനം, അയ്യോ ഞങ്ങളുടെ പിള്ളേർ പഠിച്ചു വന്നാൽ രക്ഷയുണ്ടാവില്ല ചിന്ത മാതൃഭാഷയെ കടന്നു വരുന്നു. അതൊക്കെ തന്നെ എന്തെല്ലാം തട്ടിപ്പുകളാണ്. ഈ പിള്ളേരുടെ തന്നെ ഗുണ്ടായിസം വളർന്നു വരുന്ന കാണുന്നില്ലേ. അതോടെ ഈ ഭരിക്കുന്ന ആൾക്കാർ വ്യക്തികൾ തന്നെ ഒരു കുടുംബത്തിനെതിരെ സാമ്പത്തിക ആരോപണം ഇത് കേട്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഒന്നും കേട്ടിട്ടുള്ളതല്ലല്ലോ. എന്ത് ഭയങ്കരമായ അധപ്പതനം. പക്ഷേ അധപ്പതനത്തെ മുഴുവൻ വെച്ച് വെളുപ്പിച്ചു കൊണ്ടുവന്ന് അത് മുഴുവൻ പുകമറ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചുറ്റുപാട് ഇന്ന് കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഈ വ്യക്തികളെയൊക്കെ പൂജിച്ച് ഒരുമാതിരി വ്യക്തി പൂജ നടത്തുന്ന നേതാക്കന്മാർ, അതിൻ്റെ കൂടെ കുട്ടി നേതാക്കന്മാരെ ഇത് സൂര്യനാണെന്നല്ലേ പറയും, സൂര്യൻ. അപ്പോൾ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കടന്നു പോകുന്നത് കാരണം അപ്പോൾ അവിടെയെല്ലാം മാധ്യമങ്ങളൊക്കെ പാർട്ടി ഒതുക്കി ഇതൊക്കെ ചുമ്മാ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സത്യത്തിന് വില കൊടുക്കാതെ പോകുന്ന സാഹചര്യത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകട്ടെ. ഒറ്റപ്പെടുന്നിടത്ത് ശക്തിപ്പെടുത്തുവാൻ കൂടെയുള്ള ബോധ്യം നമുക്ക് വേണം. പ്രതിയോഗികൾക്കെതിരെ കള്ളക്കേസുകൾ തുടർച്ചയായിട്ട് എടുക്കുക, എന്നിട്ട് അവരെയൊക്കെ നിർവീര്യമാക്കുക. പിന്നെ നടക്കുന്ന കാര്യമാണോ? ലോകചരിത്രം ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഭരണാധികാരികളെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതേ സമയത്ത് വളരെ ദാരിദ്ര്യത്തിലും ഇങ്ങനെ കടമെടുത്തും കഴിഞ്ഞു കൂടുന്നിടത്ത് ആർഭാടത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ലല്ലോ, ഒരു കുറവില്ല. കന്നുകാലിക്കൂട് ചെലവഴിക്കുക പണം മാത്രം മതിയായിരുന്നു കുറേയേറെ പേർക്ക് പെൻഷൻ കൊടുക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ തമ്പുരാൻ്റെ മക്കളെന്ന നിലയിൽ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ നോമ്പ് ആചരിക്കുന്നത് കൃത്യമായി ശക്തി സംഭരിച്ചുകൊണ്ടാണ്. നമ്മളെ പീഡനങ്ങളിലൂടെ ശക്തിയാക്കി നമുക്ക് ലഭിക്കുന്നതായ എല്ലാ പീഡനങ്ങളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും തകർച്ചകളും ഒക്കെ ശക്തി ആർജിക്കാനുള്ള അവസരങ്ങളാണ്, കരുത്താർജിക്കാൻ, അല്ല തളരാനുള്ള ആവശ്യമേ. അവരൊക്കെ ഞങ്ങളെ പരിഹസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂട്ടത്തിൽ കൂടിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള നേരെ കർത്താവിനെ വേണ്ടിയിട്ട് ജീവിക്കുന്നതിനുള്ള ശക്തി അതിൻ്റെ ധൈര്യം സമ്പാദിക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ പിന്തുണ യഹൂദർ എന്തുമാത്രം പീഡനം അനുഭവിച്ചു, ഭയങ്കരമായി പീഡിക്കപ്പെട്ട ജനപ്പം എങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചരിത്രം തന്നെ പീഡനങ്ങൾ തന്നെയാണ്.
ആ പീഡനങ്ങളുടെ നടുവിലൂടെ തകരാതെ മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി നമുക്ക് ഒലിവുമലയിലെ തമ്പുരാന്റെ കർത്താവിൻ്റെ പാദങ്ങൾ സ്പർശിക്കുന്ന കാലം വരുന്നു. ആ 2 പിളരും. അവിടെ 600 അടി അതുള്ള താഴ്ചയിൽ അവിടെ ഒരു വലിയ ഒരു മൈതാനമുണ്ടാകും. കർത്താവിൻ്റെ അവസാന നിമിഷത്തോടെ ഇടപെടലുണ്ടാകും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കറിയണം. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിന് എപ്പോഴും നമ്മളെ ദൈവികമായൊരു പരിവേഷം പുലർത്തിക്കൊണ്ട് വിശ്വാസാനുഭവം ഉണർത്തിയെടുക്കാം. നോമ്പ് കാലം അതിനകത്ത് വിനിയോഗിക്കണം. ഒട്ടും തളരാതെ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ആർജിക്കാൻ മക്കളെ കൊണ്ടും പറയിപ്പിക്കാം. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ മക്കളിൽ നിന്നുണ്ടാകരുത്. ദൈവമായ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മക്കളാണ് തങ്ങളുടെ എന്നും ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ അപ്പസ്തോലൻ പറഞ്ഞതുപോലെ ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം മക്കളെ കൊണ്ടും കൂടെ പ്രഘോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.